ഉണ്ടായി മാറും അറിവ് ഉണ്ടായി മുന്നം ഇതു കണ്ട് ആടും അംഗമകവും കൊണ്ട് ഇതു കണ്ട് ആടും അംഗമകവും കൊണ്ട് ആയിരം തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ട് ആ മഹസ്സിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലും തണ്ടാരി വീണു അതുകൊണ്ട് ആരമിക്കും ഒരു വണ്ടാണ് സൂരി സൂരി. എല്ലാം പിടികിട്ടിയോ? ഇങ്ങോട്ട് വരുമ്പോ തന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് മനസ്സിലായോ? ഒരുവിധം പിടികിട്ടിയോ? നമുക്ക് എന്താ വേണ്ടേ? സലാപം മതി എന്ന് പറഞ്ഞില്ലേ? എല്ലാവരും തിരിയണ ഇതാന്ന് പറഞ്ഞില്ലേ? പഞ്ചഭൂതാത്മകമായി പ്രപഞ്ച അറിവല്ലാതെ ഒന്നുമല്ല എന്ന് പറഞ്ഞില്ലേ? ഈ കാണുന്ന മായയാന്ന് പറഞ്ഞു തന്നില്ലേ ഗുരു? അല്ലേ? അപ്പൊ പരമമായ ബോധം ധരിപ്പിക്കുന്ന ജനനി എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ അടുത്തേക്ക് വന്നേ. അടുത്ത് പറയാണ്, ഉണ്ടായി മാറും അറിവുണ്ടായി ഉണ്ടായി നിലനിന്ന് മറയുന്ന ഈ പ്രപഞ്ചത്തിലെ സമസ്തയും പറഞ്ഞ് ഉണ്ടായി നിലനിന്ന് മറയുന്നില്ല. നമ്മുടെ ശരീരമൊക്കെ ചലിച്ച് മരണത്തിലേക്കാണ് പരിണമിക്കുന്നത് അല്ലേ? ആണ് മരണം എന്ന ശരീരത്തിന്റെ പേര്. ശീലയുടെ അനേനേന്തി ശരീരം അല്ലേ? അപ്പോ എല്ലാം ഇപ്പൊ ഇരിക്കുന്ന സമയം അന്യ നിമിഷം ചലിച്ചുകൊണ്ടിരിക്കുക. അതാ ഗുരു പറഞ്ഞത്. എന്താ പറയാ, സ്ഥിതിഗതി പോലെ വിരോധികൾ ആത്മോപദേശത്തിൽ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ? ജനിസമയം പോലും സ്ഥിതിയില്ല, തൊട്ടടുത്ത നിമിഷം പരിണമിക്കുക. അത്രയ്ക്ക് 6 വിധം വികാരമുള്ളതാണ്. അതൊക്കെ പഠിച്ചതാണോ? ഷഡ്ഭാവ വികാരങ്ങളൊക്കെ പഠിച്ചതല്ലേ? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന 6 തരത്തിലുള്ള വികാരങ്ങൾ. മാറ്റം, ജനിക്കുക, ജായതേ ഉണ്ടാകുക, അസ്ഥി ജനിക്കുക, വർദ്ധതേ വളരുക, വിപരിണമതയെ മാറ്റത്തിന് വിധേയമാകുക, അപക്ഷീയതയെ നശിച്ചു തുടങ്ങുക, പിന്നെ സർവനാശം. ഉണ്ടായതൊക്കെ വളരും, വളർന്നത് തളരും, തളർന്നത് നശിക്കും. സംശയമില്ലല്ലോ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെടില്ലേ? വളരെ നേരം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുത്തോ. മറന്നു കഴിഞ്ഞാൽ തിരിച്ച് നന്നായിട്ട് വരാറുണ്ടേ. അതിനുള്ളൊരു മോട്ടിവേഷൻ തരും. ശ്രദ്ധിച്ചോണം, ഇത് നഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോ അതായത് മടക്കി വെക്കാൻ പോവാ നമ്മള്. മടക്കി വെച്ചത് മാത്രമേ തിരിച്ചിടാൻ പറ്റുള്ളൂ. അപ്പൊ മടക്കി വെക്കുമ്പോ നല്ല വൃത്തിയാക്കി ചിത്രങ്ങൾ വരച്ച ക്യാൻവാസ് മടക്കി വെക്കണം. അതിനെന്ത് ചെയ്യണം എന്ന് പറയും. ഇവിടെ പറയും, ഉണ്ടായി മാറും അറിവ്. ഉണ്ടായി നിലനിന്ന് മറയുന്ന അറിവ് ത്രിപുടിയിലെ അറിവാണ്. ആദ്യം പറഞ്ഞില്ലേ 1000 ത്രിപുടി വന്നെന്ന്. ആ ത്രിപുടിയിലെ അറിവല്ലേ മാറി മറയുന്നത്? ഒന്നായ മാമതി മാറി മറിയോ? ഇല്ല. ഉണ്ടായി നിലനിന്ന് മറയുന്ന അറിവിന് ഉണ്ടാകാനും നിലനിൽക്കാനും മറയാത്തതായ ഒരു ശാശ്വതമായ അധിഷ്ഠാനം വേണം. ഈ കറങ്ങുന്ന പാനിന് കറങ്ങാത്ത ഒരു അധിഷ്ഠാനം വേണം. വേണ്ടേ? പാൻ്റെ അങ്ങോട്ട് കറങ്ങി നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഉണ്ടായി മാറി മറയുന്ന സകലതും ഉണ്ടാകാത്ത മറയാത്ത ശാശ്വതമായ ഒരു അധിഷ്ഠാനത്തിലാണ് എന്ന് മനസ്സിലായോ? ഉണ്ടായി മാറി മറയാനൊരു ശാശ്വതമായ അധിഷ്ഠാനം വേണ്ടേ? വേണം. അപ്പൊ ഇത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? എന്നെ ശരി, ഇച്ചിരി ബുദ്ധിമുട്ടായിക്കോട്ടെ, എന്നാലും നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു വെറുതെ തന്നതല്ല, ഇത് കഷ്ടപ്പെട്ട് നേട്. അപ്പൊ ഉണ്ടായി മാറും അറിവ് അത്ര കിട്ടിയോ? ഉണ്ടായി നിലനിന്ന് മറയുന്ന ഈ പ്രപഞ്ചം നമ്മളുണ്ടായി നിന്നു മറയൂല്ലോ. സംശയമുണ്ടോ? ആർക്കെങ്കിലും പറയാമോ ഞാൻ ഒരിക്കലും മരിക്കില്ല? പറ്റില്ല. അപ്പൊ ഉണ്ടായി മാറും അറിവ് ഉണ്ടായി മുന്നം ആദിയിൽ പരമാത്മ ശക്തിയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി നടക്കും. ആദിയിൽ പ്രപഞ്ചമുണ്ടായി. എന്നിട്ടോ ഇത് കണ്ടിട്ട്, ഈ പ്രപഞ്ചം കണ്ടിട്ട്, ഈ ഉണ്ടായി മാറും അറിവായ പ്രപഞ്ചത്തെ കണ്ടിട്ട് ആടുകയാണ് നമ്മൾ. ആടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കുതികൊണ്ട് ചാടി വലയാതെ കണ്ടെന്ന് പദതാരെടുത്തു പദമൂന്നി പൊന്നിൻകനി. ഒരു പഠിപ്പിച്ചെന്നില്ലേ? ആടുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങള്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം. അപ്പൊ പറയാണ് ആടും അംഗം എന്നുള്ളത് എഴുതി വെച്ചോളണം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ആടുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുക.
ഇന്ന് കുറച്ച് എഴുതുകയും കൂടെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലല്ലോ. അവർക്ക് മറ്റൊരു പഠിക്കുമ്പോൾ ഉറക്കം ബോധം നല്ല തെളിഞ്ഞിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ശ്ലോകം വളരെ 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 നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം കൂടി പറയണത് ആടുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുക. എന്തുകൊണ്ട് ആടിയെ? അംഗമകവും കൊണ്ട്. അംഗം എന്നുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അതൊക്കെ അറിയാലോ ഏതാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതാണ് ജ്ഞാനേന്ദ്രിയം. കർമ്മേന്ദ്രിയം ഏതാ? വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അറിയാലോ പായു, ഉപസ്ഥം. ജനേന്ദ്രിയം, വിസർജനേന്ദ്രിയം, കാല്, കയ്യ്, പിന്നെന്താ വാക്ക്. അപ്പോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ആടുക. ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേരുടെ മനസ്സ് പൊട്ടി പോയിട്ടുണ്ടാവും? ഈ ജനനവർക്കണത്തിൽ എപ്പോഴാണ് തീരുന്നത് എത്ര പേര് വിചാരിച്ചിട്ടുണ്ടാവും? ഉള്ളുകൊണ്ട് ആടിയിട്ടുണ്ടോ? ഉറപ്പാണോ? സത്യം. എനിക്ക് മതി. വീടിന്റെ മുമ്പിൽ ഇരിക്കണത് ഓർത്തിരിക്കാൻ നോക്ക്. ഭഗവാൻ പറഞ്ഞാൽ ഇപ്പെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വന്നല്ലോ. അത് ഓർത്ത് ഭഗവാനും നമുക്ക് നന്ദി പറയാം. അംഗവും അകവും കൊണ്ട്, അതായത് അകം എന്ന് പറഞ്ഞ മനസ്സ്, അന്ധകരണം. അന്ധകരണത്തിൽ 4 അറകളുണ്ട്. ഏതാ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അല്ലെ? അന്ധകരണവും ഇന്ദ്രിയങ്ങളും കൊണ്ട് ആടുകയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഒരു മരഞ്ചാടിയെ പോലെ, ഒരു കുരങ്ങനെ പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുക. പണ്ട് എനിക്ക് ഈ ക്രിയായിരുന്നു ഇഷ്ടമുണ്ടാകും, പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ ഇഷ്ടമല്ല. അല്ലെ? പണ്ട് എനിക്ക് ഇത്രയും ഡ്രസ്സ് എന്ത് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. അല്ലെ? ഒന്നിൽ നിന്ന് മാറി മാറി അനുനിമിഷം നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, സുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, രസങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുക. പണ്ട് കണ്ട കാഴ്ച ഇപ്പൊ ഇഷ്ടമാണോ? ഇപ്പൊ ഇഷ്ടമാണോ? ഇല്ല. പണ്ട് കഴിച്ച രസം ഇപ്പൊ ഇഷ്ടമാണോ? മാറ്റമില്ലേ? പണ്ടൊരു പാവക്കുട്ടി കുഞ്ഞായിരുന്നപ്പോ പാവക്കുട്ടി ഇഷ്ടമായിരുന്നു, ഇപ്പൊ പാവക്കുട്ടി നന്നായി ഇഷ്ടമാണോ? നമ്മൾ മാറുന്നതനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മാറുക. അപ്പൊ അംഗമകവും കൊണ്ട് ആടി. അപ്പൊ ആടിപ്പോ എന്താ പറ്റിയെ നോക്കിക്കേ. 1000 തരം ഇരുണ്ട്. 1000 തരം ഇരുണ്ട്. അതായത് എന്താ പറയാ, ചിത്തം കൂടുതൽ കൂടുതൽ ഇരുട്ടിലാഴ്ത്തുകയാണ്. 1000 വിധത്തിൽ ഇരുണ്ടതായിട്ട്. അതിന് ആ അർത്ഥം തന്നെയുള്ളൂ. ഇടുങ്ങിയതായിട്ട്, 1000 തരത്തിൽ ഇടുങ്ങിപ്പോയിട്ട്, ഇരുണ്ട് പോയിട്ട്. അതായത് കാരണം ഇത്രയുള്ളൂ. ഇപ്പൊ ഞാൻ കണ്ണുകൊണ്ട് ഒരു ഇന്ദ്രിയ വൈരാഗ്യം നിങ്ങളോട് എഴുതി വെച്ചോട്ടോ. ഇന്ദ്രിയ വൈരാഗ്യം ചേർത്ത് പഠിക്കാം. അതൊന്നും എനിക്ക് ഞാനിപ്പോ പറയാൻ പോയ എന്റെ ശബ്ദം ഞാൻ അനുവദിക്കുന്നില്ല പറയാൻ. അപ്പൊ ഇന്ദ്രിയ വൈരാഗ്യത്തിൽ നമ്മുടെ 10 ഇന്ദ്രിയങ്ങൾ നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കണേ? ഭംഗിയായിട്ട് പറയുന്നുണ്ട് അല്ലെ ഗുരു? അല്ലെ? കാണുന്ന കണ്ണിനൊരു തെല്ലവുമില്ല കണ്ടെൻ, അല്ലെ? പ്രാണൻ വെടിഞ്ഞിടുകിലെന്തിനു പിന്നെ എല്ലാം തൊക്കിന്ന ദുഃഖം ഒരു നേരവുമില്ല നോക്കിൻ, അല്ലെ? പറയുന്നില്ലേ? പിന്നെന്താ വേറെ ഏതെങ്കിലും പറയുന്നത്? കണ്ണിനെ പറഞ്ഞു, ചെവി പറഞ്ഞു, തൊക്കിനെ പറഞ്ഞു, നാവിനെഴുന്ന നരകക്കടലിൽ കിടന്നു, അല്ലെ? ജീവൻ തളർന്ന് ശിവമേ തല ചേർത്തിടേണം. പിന്നെ പറയണ്ട, അയ്യോ കിടന്നലയുമി ഉലയർത്തു നീയൻ മെയ്യോ കൊടുത്തു വിലയായി വിലസുന്നുമേ കയ്യും നുടന്നു കരയേറ്റണമെന്നെ നീ പൊയ്യങ്കലിൽ. നീ പൊയ്യാണ്, ഇല്ലാത്തതാണ് പൊയ്യ്, കളമായത്. ഇതിനെ വിശ്വസിച്ച് പോകല്ലേ. വിശ്വസിച്ച് പോയാൽ ദുഃഖം. അതാണ് ഗുരു പറയുന്നത്. നിങ്ങൾ ഈ ഭൗതിക ജീവിത യാത്രയ്ക്ക് വേണ്ടി മാത്രം ഇതിനെ ആശ്രയിച്ചാൽ മതി. അതാ ഗുരു പറഞ്ഞു വരുന്നത്. ജീവിക്കുമ്പോൾ സന്തോഷമായി സമാധാനപരമായി ജീവിക്കുക. തന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള അനുഗ്രഹം തന്നെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോവാൻ നമുക്ക്. അപ്പൊ പറയാണ്, ഇവിടെ നമുക്ക് 1000 തരം വരുന്നുണ്ട്. ഓരോ അറിവ് നമ്മൾ എടുക്കുമ്പോഴും ആ അറിവിൽ നിന്നുണ്ടായ ഒരു വാസനയുണ്ട്, സംസ്കാരമുണ്ട്. അത് നമ്മുടെ ആത്മസ്വരൂപത്തെ കൂടുതൽ കൂടുതൽ മറച്ചോണ്ട് പോകും. ഇപ്പോ സന്തോഷമായിട്ട് ഇരുന്ന ആളാ, പെട്ടെന്നൊരു വാർത്ത കേട്ടു. എന്റെ എല്ലാം കൂടെ പോയി. പറയാറില്ലേ, ഇരുട്ടില്ലേ കുറച്ച്. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന വേറൊരു വാർത്ത കേട്ടാലാ, പിന്നെ ജനി നടന്ന മഞ്ചരി പോയി, ഗുരുവിന്റെ സുഖിൽ പോയി, എല്ലാം പോയി. ആയില്ലേ? അങ്ങനെ ഓരോന്ന് വാസനകൾ അടങ്ങി നമ്മുടെ ആത്മസ്വരൂപത്തെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് നമ്മൾ പോണതെന്ന് ഓർക്കണം. ഉപനിഷത്തിലെ കഥയുണ്ട്. ദ്വാസുപർണ
സയുജാസഹായോ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാർത്ഥി അനസ്നന്യേ അഭിജാതശീതി. ഒരു ഒറ്റ വൃക്ഷത്തിലിരിക്കുന്ന ജീവാത്മാവും പരമാത്മാവും കിളി. ജീവാത്മാവായ കിളി ആ പിപ്പല വൃക്ഷത്തെ ആലിപ്പഴത്തെ കൊത്തി 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 ഒന്ന് കൊത്തി താഴത്തേക്ക് പോന്ന് സ്വർണ്ണവർണ്ണമായിരുന്നു ആദ്യം. പോന്നപ്പോ അതിന് ഇരുണ്ട് കൂടുതൽ ഇരുണ്ടായി പോയി. കൂടുതൽ വാസനകൾ എടുത്തെടുത്ത് വന്നപ്പോ എന്ത് പറ്റി? സ്വരൂപത്തെ മറന്നുപോയി, ഇരുട്ടുപോയി, ഇട്ട് വന്നു. അതാ ഗുരു പറഞ്ഞത്, ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാരതാമൃതം, അല്ലേ? ആ ആസുരൻ ലോകത്തിൽ പെടല്ലേ? പിന്നെ ഗുരു പറഞ്ഞു, യഥാ ആത്മവിദ്യ സങ്കോചവ. എപ്പോഴാണോ ആത്മവിദ്യ ചുരുങ്ങുന്നത് അപ്പോൾ എന്ത് പറ്റും? അവിദ്യ, അജ്ഞാനം നമ്മളെ പിടികൂടും. അപ്പോൾ ഈ പ്രപഞ്ചം നമ്മളെ പിശാചിനെ എന്ന പോലെ ഭയപ്പെടുത്തും. സത്യമല്ലേ? ഒരു പിശാച തുല്യമായ ഒരു ലോകം പുറത്തുണ്ട്, അല്ലേ? ആ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര വെളിവാകും, പ്രകാശമാവും എന്ന് ആലോചിച്ച് നോക്കും. 1000 തരം ഇരുണ്ട ഒരു ലോകം പുറത്തുണ്ട്. ഒരു എന്താ പറയാ, ഒരു ധന്യമാർന്ന ഒരു കുഞ്ഞു പ്രകാശം പോലും കിട്ടാനില്ലാത്തവർ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ, എത്ര അനുഗ്രഹീതരാ ഇതൊക്കെ ചെവിയിലെത്തിയവരെന്ന് ആലോചിച്ച് നോക്കി. 1000 തരം ഇരുണ്ടിട്ട് ആശയം പ്രതി ചുരുണ്ട്, അതായത് ഇടുങ്ങിയ മനസ്സായിരിക്കും. ഇടുങ്ങിയ മനസ്സാകുക, ആശയം പ്രതി ചുരുണ്ടിട്ട് ആ മഹസ്സിൽ മറയും. നമ്മളത് മറയാൻ പോണത് ഇങ്ങനെ ആകല്ലേ എന്ന് പറയുന്നത്. മഹസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ മഹസ് പരമാത്മ സത്യമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കരുത്. ഗുരു ദൈവദശകത്തിൽ പറഞ്ഞ ആഴമേറും നിൻ മഹസ് അല്ല ഇത്. ഈ മഹസ് ഏതാന്ന് വെച്ചാൽ മായയുടെ, അതായത് വാസനാരൂപത്തിൽ മൂലപ്രകൃതിയിലേക്ക് മടങ്ങും. കാരണം ഇരുണ്ടതും ചുരുണ്ടതും പരമാത്മ സത്യത്തിലേക്ക് പോവോ? പരമാത്മ സത്യത്തിലേക്ക് മടങ്ങില്ലല്ലോ. തെളിവാർന്നത് മാത്രമല്ലേ അങ്ങോട്ട് പോവുള്ളൂ. നമ്മളിപ്പോ മനസ്സിനെ ശുദ്ധീകരിക്കാതെ വാസനകൾ കൂട്ടി ഈ ശരീരം മടങ്ങിയാൽ മായയുടെ അജ്ഞാന ആവരണത്തിൽ അവ്യക്താവസ്ഥയിൽ പോയി നിൽക്കും, മഹസ്സിൽ മറയും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ആ കാരണ ശരീരത്തിൽ പോയി മറയും നമ്മള്. ആ കാരണ ശരീരത്തിൽ നിന്ന് വീണ്ടും ജന്മമായി പുറത്തേക്ക് വരിക നമ്മള്. അതിനൊത്ത ശരീരം സ്വീകരിച്ചോണ്ട് പിന്നെ വരും. അപ്പോ ഇരുളരുത്, ചുരുളരുത്. അതല്ലേ ഗുരു പറഞ്ഞു തരുന്നത്? 1000 ചിത്തസങ്കല്പങ്ങളിൽപ്പെട്ട് മലിനമാകരുത്, എല്ലാം ഒന്നായ അറിവാണെന്ന് എടുക്കുക. എന്നിട്ട് വാസനകളെ അടക്കുക, കർത്തൃത്വം ഭോക്തൃത്വം ഇല്ലാതെ കർമ്മം ചെയ്യുക. അപ്പോൾ വാസന പെട്ടില്ല. ശ്രമിച്ചു നോക്കാം നമുക്ക്. ഒരു പരിധിയൊക്കെ വിജയിച്ചാൽ ഇനി വന്നൊരു ജന്മ അസുരകുലത്തിലൊന്നും പോയി ജനിക്കില്ലല്ലോ, മറന്നിട്ട് തിരിച്ചു വരുമ്പോൾ. നമ്മൾ ഈ ജ്ഞാനവാസം മടക്കം കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വന്നിരുന്ന ജനത്തിന് കേൾക്കാൻ പറ്റുമോ? ഇരിക്കാൻ നടുവ് പറ്റില്ല, കണ്ണിന് കാഴ്ചയില്ല, മനസ്സിന് ഗ്രഹിക്കാൻ പറ്റില്ല. ആരോഗ്യമുള്ളപ്പോൾ ഇത് ഗ്രഹിച്ചെടുക്കുക. എന്നിട്ട് ഇത് മതി നിന്റെ മുക്തിക്ക്. അതാണ് എടുക്കേണ്ടത്. ക്യാൻവാസ് മടക്കിയാൽ പിന്നെ തിരിച്ചെടുക്കുമ്പോൾ വരച്ച ചിത്രം മാത്രമല്ലേ വരുള്ളൂ. സംശയമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ക്യാൻവാസിൽ മോശം ചിത്രം വരച്ചിട്ട് അത് മടക്കി വെച്ചാൽ തിരിച്ചതിടുമ്പോൾ വേറെ വല്ലതും വരുമോ? ഇല്ല. അപ്പൊ നമ്മുടെ കാരണ ശരീരത്തിലേക്ക് പോകുന്നു. നമ്മുടെ വാസനകള് ശുദ്ധീകരിച്ച് വാസനകൾ ഇല്ലാതെ അതിനപ്പുറമുള്ള പരമാത്മ ചൈതന്യത്തിലേക്ക് തന്നെ യാത്ര തുടരുക എന്നാണ് പറയണത്. ആ മഹസ്സിൽ മറയും, അവ്യക്താവസ്ഥയിൽ മൂലപ്രകൃതിയിൽ മടങ്ങും. നമ്മൾ നല്ല ഉറങ്ങിയില്ലേ? ഉറക്കത്തിലെ നല്ല ഡീപ്പായിട്ട് ഉറങ്ങിയില്ലേ? വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? ഇരുട്ടെന്ന് പറഞ്ഞില്ലേ? അതായത് രാത്രിയുടെ ഇരുട്ടല്ല, നല്ലതായിട്ട് സുഖിച്ചിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു അവ്യക്താവസ്ഥയുണ്ട് അവിടെ. അത് നമ്മുടെ കാരണ ശരീരമാണ്. അങ്ങോട്ട് അവിടെ ഗുരു ഇരുന്നത് ഉറക്കത്തിലും ഉണർവിലും ഒരേ ആനന്ദം അനുഭവിച്ചിട്ടാണ് ഗുരു ഇരുന്നത്. നമ്മൾ ഉറക്കത്തിൽ അനുഭവിച്ച സുഖമില്ല, ഹായ് സുഖമായിട്ട് ഉറങ്ങി. ഒരു മരണം കഴിഞ്ഞ വീടാണെങ്കിലും ഉറങ്ങി കഴിയുമ്പോൾ ഒന്നും അറിയാതെ സുഖിച്ചു, അല്ലേ? ആ കാരണ ശരീരത്തിലെ പോയിരുന്നതുകൊണ്ടാണ് നമ്മൾ ആത്മസുഖം അറിയാതിരുന്നത്, ആ സമയത്ത് അറിയാതിരുന്നത്. അപ്പോൾ കാരണ ശരീരത്തിൽ പോയി മറയുന്നതിനെയാണ് മഹസ്സിൽ മറയെന്ന് പറഞ്ഞത്. ആ മഹസ്സിൽ മറയും, അതായത് വാസനാരൂപത്തിൽ മൂലപ്രകൃതിയിലേക്ക് മറയും, കാരണ ശരീരത്തിലേക്ക് മറയും, അവ്യക്താവസ്ഥയിലേക്ക് മറയും. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. ഈ നിലയിൽ കണ്ടാലും
ഈ നിലയിൽ എന്ന് പറഞ്ഞാലോ ഉണ്ടാകുകയും മറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. സൃഷ്ടിയും പ്രളയവും ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയാലും അറിഞ്ഞാലും പുനർജന്മമില്ലാത്ത, ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത ശാശ്വതമായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ മറയണമെങ്കിൽ എൻ്റെ ചിത്ത ശുദ്ധീകരിച്ചു പോകണം. അപ്പോ ഗുരു പറയാ, ഈ നിലയിൽ അക്കാഡമിക്കായിട്ട് നോട്ട് എഴുതി പഠിച്ചുകൊണ്ട് നമ്മളൊക്കെ അവിടെ എത്താൻ പറ്റില്ലെന്ന് ഗുരു പറയണേ. കണ്ടാലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അനുഭവിയാതെ അറിവില്ലെന്നല്ലേ ഗുരു പറഞ്ഞത് അല്ലേ? അനുഭവിച്ചവർക്ക് മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ആ അനുഭൂതികമായ സത്തയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അക്കാഡമിക് ലെവലൊക്കെ കുറച്ച് ഉള്ളിലേക്ക് കൂടി കടത്തിവിടും. ഇന്ന് പോയിട്ട് മനനം ചെയ്യുക, കുറച്ച് ഓരോ ശ്ലോകവും ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് അത് വിചാരം ചെയ്യുക. അത് എനിക്ക് എപ്രകാരം ഇതിനെ എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതാലോചിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പ്രയോജനം കിട്ടില്ല. നമ്മളിത് ഒരു കാര്യം ഓർക്കുക, പഠിപ്പിക്കാനല്ല ഇത് പഠിക്കുന്നത്, പഠിപ്പിക്കാനല്ല, നമ്മുടെ ജീവിതത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടിയാ. അതിന്റെ ഭാഗമായി നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ പറഞ്ഞു കൊടുക്കാം. ഏയും പഠിപ്പിക്കലല്ല, നമ്മൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. മനുഷ്യ മനസ്സുകൾ ശുദ്ധീകരിക്കപ്പെടണം. അതാണ് ഗുരുവിന്റെ ലക്ഷ്യം. എല്ലാവരും പഠിക്കുന്ന പ്രസംഗിക്കാനാണ് പഠിപ്പിക്കുന്നതെന്നാണ്. അതല്ല, ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ ആരെയും പഠിപ്പിക്കാറില്ല. മക്കളെ നീ നന്നാകുക ആദ്യം. അതാണ് ഗുരു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ദുഃഖത്തിനെ, ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ ദുഃഖത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പൊ നോക്കൂ, ഈ നിലയിൽ അറിഞ്ഞാലും കണ്ടാലും വായിച്ചാലും പഠിച്ചാലും ഒന്നും അറിവുണ്ടാകുകയില്ല. ഈ പരമമായ ബോധത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാരണം ഗുരു പറയാണ്, ഈ നിലയിൽ ഉണ്ടാകുകയില്ല അറിവ്, അഖണ്ഡാനുഭൂതിയിലും അറിവ്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്താ? അഖണ്ഡം ഖണ്ഡം എന്ന് പറഞ്ഞ മുറിവ്, അഖണ്ഡം എന്ന് പറഞ്ഞ മുറിവില്ലാത്ത അറിവ്, അതായത് മുറിയാത്ത അറിവ്, ഏകമായ അറിവ്, ആ പരമാത്മ അനുഭവം, അതിൽ നിന്നുണ്ടാകുന്ന അനുഭൂതി, പരമാത്മാനുഭവത്തിന്റെ അനുഭൂതിയിൽ നിന്നും ഉണ്ടായി വരുന്ന ആ അറിവ് ഉണ്ടാകുകയില്ല. സൃഷ്ടി പ്രളയങ്ങൾ അങ്ങനെ എത്ര കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ആ പരമാത്മാനന്ദ അനുഭൂതി ഉണ്ടാകുകയില്ല എന്ന് പറയാം. ഇത് സ്വയം അവനവരിലേക്ക് തന്നെ സഞ്ചരിച്ച് ആനുഭൂതികമായി അറിയേണ്ടതാണ്, വായിച്ചു പഠിക്കേണ്ടതല്ല. ഈ ഭാഗം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് വായിച്ചു പഠിച്ച് അക്കാഡമിക് ലെവലിൽ പഠിച്ചാൽ കിട്ടുന്നതല്ല. പിന്നെ എന്താ ഗുരു പറഞ്ഞേ? ചിത്തം ശുദ്ധമാക്കി ആനുഭൂതികമായി അനുഭവിച്ച് അറിയേണ്ടതാണ്. അനുഭവിയാതെ അറിയില്ലാന്ന് അവിടെ എഴുതി വെച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അടുത്ത ഇനി ഗുരു പറയാണ്, തണ്ടാരിൽ വീണും അതുകൊണ്ടാരമിക്കും ഒരു മണ്ടാണ് സൂര്യ സുഹൃതി. ഗുരു ആരാണെന്ന് ഗുരു ഇതിലൂടെ വെളിപ്പെടും. ഗുരു ഇത് അനുഭവിച്ചിട്ട് പറഞ്ഞതല്ല, നമ്മളിത് വായിച്ചു പഠിക്കുക. തണ്ടാരിൽ വീണ്, തണ്ടാര് എന്ന് പറഞ്ഞ താമരപ്പൂവിന്റെ അല്ലിക്കുടമാണ് തണ്ടാര്. താമരക്കുടം. ആ തണ്ടാരിൽ വീണ് അവിടെ നിറയെ തേനാണ്. ആ തേനുണ്ട്. ആ തേൻ കുടിച്ച് ഒരു മൂളക്കത്തോടെ ഒരു താമര പൂവിന്റെ അല്ലിക്കുടത്തിലേക്ക് ഒരു വണ്ട് പറന്നു വന്ന് ആ തേനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം മാത്രം, ഒരു ചങ്കാരം മാത്രം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അല്ലെ, ആ തേൻ കുടിക്കുന്നത്. അപ്പൊ അതുപോലെയാണെന്ന് സൂര്യസുഗന്ധിയായ പിന്നെ മഹാത്മാക്കൾ. ഗുരു സൂര്യസുഗന്ധിയാണ്. ആ സൂര്യസുഗന്ധിയായ ഗുരു എങ്ങനെ അനുഭവിച്ചേ? താമരക്കുടമാകുന്ന തന്റെ ഹൃദയകമലത്തിൽ നിന്ന് ഊറി വന്ന ആ ആത്മാനന്ദ മധുമാധുര്യത്തെ അനുഭവിച്ച വണ്ടാണ് സൂര്യസുഗന്ധിയായ മഹാഗുരുക്കന്മാർ. ഗുരു ഇത് അനുഭവിച്ചിട്ട് പറഞ്ഞതാണ്, എഴുതി തന്നതല്ല. ഗുരുവിന്റെ കൃതി നമ്മൾ പഠിക്കുമ്പോൾ അറിയണം, ഇത് എഴുതി തന്നതല്ല, ഭഗവാന്റെ അനുഭൂതി ഒഴുകി വന്നതാ വാക്കായിട്ട്. എത്ര ഭാഗ്യവാന്മാരറിയോ നമ്മള്? എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ? അനുഭൂതിദായകമായ ഒന്നിനെ അനുഭൂതിയിൽ നിന്ന് കേട്ട് അതേപോലെ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്ത് പുണ്യം ചെയ്തിട്ടാ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പുണ്യം നമ്മൾ അറിയുന്നില്ല. അതായത് താമരക്കുടത്തിലെ അല്ലിക്കുടത്തിൽ നിന്ന് ഒരു വണ്ട് തേനുണ്ട് ആനന്ദിക്കുന്നത് പോലെയാണ് ഒരു സുകൃതി എന്ന് പറഞ്ഞ ധന്യൻ, ഏറ്റവും ധന്യനായ വിദ്വാനെയാണ് സുകൃതി എന്ന് പറയാ. സൂര്യത്വം എന്ന് പറഞ്ഞ പ്രബുദ്ധത, അറിവ്.
പ്രബുദ്ധത നേടിയ ധന്യവാനായ സുഹൃത്തുക്കള് അവനവൻ ആ ഹൃദയകമലത്തിൽ നിന്ന് ഊറി വരുന്ന ആത്മാനന്ദ അനുഭവം അനുഭവിച്ചവരാണ്. ഏതുപോലെ ഒരു പണ്ട് താമരപ്പൂവിലെ അല്ലിക്കുടത്തിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ തന്റെ ഹൃദയകമലത്തിൽ നിന്ന് ഊറി വരുന്ന ആത്മാനന്ദ മധുമാധുരിയെ അനുഭവിച്ച ഋഷീശ്വരന്മാരുടെ വാക്കുകളാണിത്. വളരെ പ്രശസ്തമായ ഗുരുവിന്റെ വാക്ക് അല്ലെ. അതണ്ടാരിവേഗം അതുകൊണ്ടാരവിക്കും ഒരു എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമാണ്. അർത്ഥം പിടികിട്ടിയോ? ഒന്ന് നോക്കിക്കേ. ഇനി എന്താ? ഉണ്ടായി മാറും അറിവ്, ഉണ്ടായി നിലനിന്ന് മറിയുന്ന ഈ പ്രപഞ്ചം മുന്നം ഉണ്ടായി എന്ന് പറഞ്ഞാലോ, ആദിയിൽ ഈ പ്രപഞ്ചം ഉണ്ടായി. ഇത് കണ്ടിട്ട് എന്ത് പറ്റി? അംഗവും അകവും കൊണ്ട് ആടി എന്ന് പറഞ്ഞ എന്താ? ചലിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അഭിനമിച്ചു. അപ്പോൾ എന്തു പറ്റി? ആയിരം തരത്തിൽ ഇരുളുകയും പിന്നെ എന്താ? 1000 ചിത്തസങ്കല്പങ്ങളിൽപ്പെട്ട് ഇടുങ്ങിയ മനസ്സാവുകയും ചെയ്തു. എന്നിട്ടോ ഓരോ ഇടുങ്ങിയ ആശയത്തിൽപ്പെട്ട് ആ മനസ്സ് ചുരുണ്ടിട്ട് ആദിമഹസല്ല ആ മൂലപ്രകൃതിയിലേക്ക് വാസനാരൂപത്തിൽ മറയുന്നു. ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. സൃഷ്ടി പ്രളയം. ഈ ശരീരത്തിന്റെ അപ്പുറം എന്താ? വേറൊരു ശരീരം. അത്രയേ ഉള്ളൂ. ഇത് എത്രയൊക്കെ അനുഭവിച്ചാലും പരമാത്മാനന്ദത്തിന്റെ അനുഭവം ആരും നേടാൻ കൊതിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അവിടെ ധ്വനിയില്ലേ? സത്യം ആരും തിരയുന്നില്ല നമ്മുടെ അവിടെ അർത്ഥമില്ലേ? സൃഷ്ടി പ്രളയങ്ങൾ ഇങ്ങനെ കണ്ടാലും ആരും ഇതിന്റെ രഹസ്യം തിരയുന്നില്ല. അവിടെ ഒരു ചോദ്യം കൂടി ഗുരുട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഇത് അനുഭവിച്ച സൂര്യസുഹൃതി താമരക്കുടത്തിലെ അല്ലിക്കുടത്തിൽ നിന്ന് ഒരു തേനീച്ച തേൻ കുടിച്ച് ആരംഭിക്കുന്നത് പോലെയാണ് തന്റെ ഹൃദയകമലത്തിൽ നിന്ന് ആത്മാനന്ദ മധുമാധുരി നുകർന്ന സൂര്യസുഹൃതിയായ ഋഷീശ്വരൻ എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകം നോക്കാം.